ഇത് നമ്മുടെ പുഴകളുടെ കഥയാണ്. അധിനിവേശങ്ങളുടെ, ചെറുത്തുനിൽപ്പിൻ്റെ, സമരപോരാട്ടങ്ങളുടെ, അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരത്തിൻ്റെ, മലയാള ഭാഷാപിതാവ് മുതലുള്ള അനേകം കവികളുടെ, കേരളത്തിൻ്റെ കലാരൂപങ്ങളുടെ, അതെ, ഇത് മലയാള മണ്ണിൻ്റെ ഇന്നലകളുടെ കഥയാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ കഥയാണ്. നമുക്കാദ്യം ഭാരതപ്പുഴയുടെ കഥ കേൾക്കാം. മലനാടിന് കുളിരു ചുരത്തുന്ന കന്യകളെ, നദി കന്യകളെ, മലനാടിന് കുളിരു ചുരത്തുന്ന കന്യകളെ, നദി കന്യകളെ, പീഡിതരാം പെൺകിടാങ്ങളെ പോലെന്തേ പേടിച്ചാരണ്ടു നോക്കുന്നു. പീഡിതരാം പെൺകിടാങ്ങളെ പോലെന്തേ പേടിച്ചാരണ്ടു നോക്കുന്നു. വെൺമണലിൻ്റെ പുതപ്പിനുള്ളിൽ എന്തേ ഭയം നൊളിക്കുന്നു. വെൺമണലിൻ്റെ പുതപ്പിനുള്ളിൽ എന്തേ ഭയം നൊളിക്കുന്നു. കുന്നലനാടിന് കുളിരു ചുരത്തുന്ന കന്യകളെ, നദി കന്യകളെ, ആതിരതൻ കുളിരെങ്ങു പോയി, പേരാറിനൊഴുക്കുകൾ എങ്ങ് പോയി. ആതിരതൻ കുളിരെങ്ങു പോയി, പേരാറിനൊഴുക്കുകൾ എങ്ങ് പോയി. കാവും കുളങ്ങളും എങ്ങ് പോയി, കാവിലെ പൂരവും എങ്ങ് പോയി. കാവും കുളങ്ങളും എങ്ങ് പോയി, കാവിലെ പൂരവും എങ്ങ് പോയി. തീരത്തു പൂവിട്ടൊരദ്വൈത സംസ്കാരം തീവയിലേറ്റു കരിഞ്ഞു പോയോ. തീരത്തു പൂവിട്ടൊരദ്വൈത സംസ്കാരം തീവയിലേറ്റു കരിഞ്ഞു പോയോ. കേളി കലതൻ തിരുവരങ്ങിൽ മേളപ്പെരുമകൾ എങ്ങുപോയി. കേളി കലതൻ തിരുവരങ്ങിൽ മേളപ്പെരുമകൾ എങ്ങുപോയി.
നാവേറു പാട്ടിൻ്റെ നാളൂരിപ്പാലുമായി പാവമാം പുള്ളൂനുമെങ്ങു പോയി. നാവോരു പാട്ടിൻ്റെ നാളൂരിപ്പാലുമായി പാവമാം പുള്ളൂനുമെങ്ങു പോയി. ഭൂതത്തിൻ ഓട്ടു ചിലമ്പുമേതോ പൈതലിൻ കയ്യിൽ കളിപ്പാട്ടം. ഭൂതത്തിൻ ഓട്ടു ചിലമ്പുമേതോ പൈതലിൻ കയ്യിൽ കളിപ്പാട്ടം. അധീശത്വത്തിനെതിരെ നടന്ന പോരാട്ടങ്ങളുടെ കഥകൾ ഈ മണൽപ്പരപ്പിലൂടെ നടന്നാൽ നിങ്ങൾക്ക് കേൾക്കാം. വള്ളുവക്കോലാതിരിയിൽ നിന്നും അധികാരം തട്ടിയെടുത്ത സാമൂതിരിക്കെതിരെ ചാവേറുകൾ നടത്തിയ പോരാട്ടങ്ങളിൽ തുടങ്ങി ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ വരെ അത് നീണ്ടു. ഇത് മങ്കര, കാലങ്ങളുടെയും ദേശങ്ങളുടെയും അതിരുകൾ ഭേദിച്ചവരുടെ ഗ്രാമം. രാജ്യാതിർത്തി ലോകം വരെ വിടർത്തിയ ബ്രിട്ടീഷ് സ്വേച്ഛാധിപത്യത്തിന്റെ അകത്തളങ്ങളിൽ വരെ മങ്കരയുടെ എതിർപ്പിന്റെ ശബ്ദം അലകൾ ഉയർത്തി. സംസ്കാര സമ്പന്നതയുടെ കപട മൂടുപടം വലിച്ചു കീറി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഭീകരമുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മങ്കരയുടെ വീരപുത്രൻ സർ സി ശങ്കരൻ നായർ. ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും പ്രവർത്തിച്ച അപൂർവ വ്യക്തിത്വം. അടിച്ചമർത്തൽ നയത്തിന് ബ്രിട്ടൻ ആയുധമാക്കിയ റൗലറ്റ് നിയമം രാജ്യമെമ്പാടും പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റുയർത്തിയ കാലം. ദേശീയതയുടെ ആവേശം സിരകളിൽ ആവാഹിച്ച പഞ്ചാബിലെ ധീര ദേശാഭിമാനികൾ കരിനിയമത്തിനെതിരെ ജാലിയൻവാല ബാഗിൽ തടിച്ചുകൂടി. കുട്ടികളും സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടെ ആയിരങ്ങൾ പ്രതിഷേധാഗ്നി ഏറ്റുവാങ്ങി. സമ്മേളന സ്ഥലത്തേക്ക് കടക്കാനും പുറത്തേക്കുമായി ഒരിടുങ്ങിയ പ്രവേശന കവാടം മാത്രം. സമരാവേശം ഏറ്റുവാങ്ങിയവർക്കെതിരെ മൈക്കൽ ഒ ഡയർ എന്ന പട്ടാള മേധാവി നിർദാക്ഷിണ്യം നിറയൊഴിച്ചു. 1919 ഏപ്രിൽ 13 നടന്ന നരഹത്യയിൽ 6000-നും 10,000-നും ഇടയിൽ ആളുകൾ പിടഞ്ഞു വീണു മരിച്ചു. ലോക മനസാക്ഷിക്ക് മുന്നിൽ കൂട്ടക്കുരുതിയുടെ ചിത്രം അനാവരണം ചെയ്തത് കേരളത്തിൻ്റെ വീരപുത്രൻ ശങ്കരൻ നായരാണ്. ജാലിയൻവാല ബാഗ് കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ സ്ഥാനം വലിച്ചെറിഞ്ഞു. സിംലയിൽ നിന്നും മദ്രാസിലേക്ക് വന്ന ശങ്കരൻ നായരെ കാണാൻ വന്ദേമാതരം വിളികളുമായി ആയിരങ്ങൾ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ തടിച്ചുകൂടി. നമ്മളുടെ ചരിത്രം കണ്ട ഒരു മഹാനായ യുഗപുരുഷനായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. 1857 അദ്ദേഹത്തിൻ്റെ ജനനം. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലായിരുന്നുവെങ്കിൽ കൂടി അന്നത്തെ ചുറ്റുപാടിൽ പുറം ലോകവുമായിട്ട് വലിയ ബന്ധം മങ്കരയ്ക്കോ കേരളത്തിനോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മമ്മായിൽ രാവുണ്ണി പണിക്കർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അന്ന് ഇന്നത്തെ മാതിരി ഉദ്യോഗങ്ങൾക്ക് പ്രത്യേകം പേരുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് കണ്ണൂർ, പിന്നെ പെരിന്തൽമണ്ണ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ചിരുന്നു. ആ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടുന്നത്. കണ്ണൂർ സെൻറ്റ് മൈക്കിൾ സ്കൂളിൽ പഠിച്ചു. പിന്നീട് കോഴിക്കോട് സാമൂതിരി കോളേജിൽ പഠിച്ച് മദിരാശി പോയി. അങ്ങനെ വക്കീലായി വന്നു. അപ്പോൾ അന്ന് പാലക്കാടിന് പുറത്തൊരു ലോകമുണ്ടെന്ന് പോലും അറിയാത്ത കാലത്ത് ശങ്കരൻ നായർ മദിരാശി പോവുകയും അഭിഭാഷകനാവുകയും ചെയ്തു. എന്ന് മാത്രമല്ല, അപ്പോൾ തന്നെ അദ്ദേഹം മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ എന്ന എല്ലാ വിഭാഗങ്ങളിലും പ്രവർത്തിച്ച ഒരു അസാധാരണ പ്രതിഭാശാലിയായിരുന്നു ശങ്കരൻ നായർ.
ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വള്ളുവനാടൻ ഗ്രാമത്തിലൂടെ ഒരവധൂതനെ പോലെ ചരിത്രത്തിൻ്റെ വഴികളിലൂടെ പോയി ഡൽഹിയിലെ ഭരണസിരാകേന്ദ്രത്തിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിലെത്തിയ ഒരേ ഒരു മലയാളിയായിരുന്നു ശങ്കരൻ നായർ. എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു പിൻഗാമിയെ ശുപാർശ ചെയ്യാൻ വൈസ്രോയി ശങ്കരൻ നായരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ തൻ്റെ ശിപായി ബാബുറാമിനെ നിർദ്ദേശിച്ചു. അദ്ദേഹം യജമാനന് മുന്നിൽ അനുസരണയോടെ നിൽക്കുന്നവനാണെന്ന വിശദീകരണവും നൽകി. പഞ്ചാബിലെ കൂട്ടക്കുരുതിക്ക് കാരണക്കാരനായ ജനറൽ ഡയറിനെ കടുത്ത ഭാഷയിൽ ശങ്കരൻ നായർ വിമർശിച്ചു. കിങ്സ് ബെഞ്ച് ഡിവിഷനിൽ ഡയർ ശങ്കരൻ നായർക്കെതിരെ കേസ് കൊടുത്തു. 1924 ഏപ്രിൽ 30 ജസ്റ്റിസ് മക്കാഡിയുടെയും 12 സ്പെഷ്യൽ ജൂറിമാരുടെയും മുമ്പാകെ കേസ് വിചാരണയ്ക്ക് വന്നു. വിചാരണ 5 ആഴ്ച നീണ്ടുനിന്നു. പ്രൊഫസർ ഹാരോൾഡ് ലാസ്കി ഒഴികെയുള്ള 11 ജൂറിമാരും ജനറൽ ഡയറുടെ നടപടി ഘോരകൃത്യമല്ലായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടു. വിധിക്കെതിരെ അപ്പീൽ നൽകാൻ വക്കീൽ ഉപദേശിച്ചു. വേറെ 12 ഇംഗ്ലീഷ് കച്ചവടക്കാർ എങ്ങനെ ചിന്തിക്കുമെന്ന് ആർക്കറിയാം എന്നായിരുന്നു ശങ്കരൻ നായരുടെ മറുപടി. ക്ഷമായാചനം നടത്തിയാൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് അന്യായക്കാരൻ പറഞ്ഞപ്പോൾ മുഖത്തടിച്ച പോലെ ശങ്കരൻ നായർ നിരസിച്ചു. 500 പവൻ മാനനഷ്ടത്തുക കെട്ടിവെച്ചു. 7000 പവൻ കോടതി ചെലവ് വന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഭാരതീയന്റെ ആദ്യ പ്രതിഷേധത്തിന്റെ കാലത്ത് മങ്കരയിലെ ചേറ്റൂർ കുടുംബത്തിൽ ശങ്കരൻ നായർ ജനിച്ചു. 1857 ജൂലൈ 11. അച്ഛൻ രാമുണ്ണി പണിക്കർ തഹസിൽദാരായിരുന്നു. അങ്ങാടിപ്പുറത്ത് അച്ഛൻ സ്ഥാപിച്ച സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പിതാവിൻ്റെ സ്ഥലമാറ്റത്തിനനുസരിച്ച് കണ്ണൂരും കോഴിക്കോടുമായി സ്കൂൾ പഠനം പൂർത്തിയാക്കി. മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്നും BA-യും ലോ കോളേജിൽ നിന്നും നിയമബിരുദവും എടുത്തു. 1880 അഭിഭാഷക വൃത്തി തുടങ്ങി. ഒപ്പം പൊതുപ്രവർത്തനത്തിലും സജീവമായി. കേരളത്തിൽ നടന്ന ആദ്യത്തെ തൊഴിലാളി വർഗ പ്രക്ഷോഭം സംഘടിപ്പിച്ചതും ശങ്കരൻ നായരാവാം. സിലോണിൽ നിന്നും ചാരായം ഇറക്കുമതി ചെയ്യുക വഴി ചെത്തുതൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ അവരെ സംഘടിപ്പിച്ച് സമരം നയിച്ചത് ശങ്കരൻ നായരായിരുന്നു. മലബാറിലെ ജന്മി കുടിയായ്മ ബന്ധത്തെപ്പറ്റി പഠിക്കാൻ മദ്രാസ് സർക്കാർ നിയോഗിച്ച സമിതിയിൽ അംഗമായി.